അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ടില്ലോല് പറഞ്ഞ മാതിരി എലി എത്ര കരഞ്ഞിട്ടെന്താ പൂ പൂച്ചക്ക് കണ്ണീരൊട്ടണ്ടേ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഇന്നലെ കജ്ജണമാതിരി പറഞ്ഞ് പൊന്നാരണ്യാളെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറഞ്ഞിനി. നമ്മൾ പറഞ്ഞു എന്നല്ലാതെ കുറച്ചൊക്കെ ആൾക്കാർ ചെയ്തേക്കണം കേട്ടോ. അൽഹംദുലില്ലാ, സന്തോഷം ചെയ്തവർക്കൊക്കെ. പിന്നെ നമുക്ക് കമൻറ്റും തന്നെ ഒരു 50 പോയിട്ട് ഒരു 30 തന്നെ തയ്ഞ്ഞില്ല. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. കിട്ടിയതിനോണ്ട് നമ്മൾ തൃപ്തിപ്പെടും കേട്ടോ. ഏതായാലും നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, ഒരാളേതായാലും കജ്ജണമാതിരി കമൻറ്റ് ഇട്ട് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങൾക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ തീർപ്പതുണ്ട് വെച്ചെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണ്. പിന്നെ ഇന്ന് കടി ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിൻ്റെ മാവൊക്കെ നമ്മൾ തലേന്ന് അരച്ച് വെച്ചു. മാവൊക്കെ നല്ലോണം നൊരഞ്ഞ് പൊന്തി വന്നിക്കണ്. പിന്നെ നമ്മൾ ഇഡ്ഡലിൻ്റെ തട്ടിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടി നമ്മൾ വെള്ളമൊക്കെ തിളച്ചിക്കണം കേട്ടോ. തട്ടായി കറക്കി വെച്ചിട്ട് പാർന്ന് കൊടുക്കാൻ കേട്ടോ നമ്മളെ മാവ്. ഏതായാലും നമ്മളെ മാവ് നല്ല അടിപൊളിയായി നല്ല സൂപ്പറായിട്ട് വന്നിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ ഇഡ്ഡലി നല്ലോണം അടിപൊളിയാവുന്നില്ല കാര്യം ഉറപ്പാണ്. അപ്പം അങ്ങനെ എല്ലാ തട്ടും വെച്ച് കൊടുത്തു. നമുക്ക് മൂടിയേക്കാം. ഇനി നമുക്ക് അതവിടെ കടന്ന് വേഗട്ടെ. അപ്പോഴത്തേന് നമ്മളെ ചായക്ക് വെച്ച വെള്ളം ഉണ്ടല്ലോ തിളച്ച് വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചാര ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ പാകത്തിനില്ല പഞ്ചാര ഇട്ടു. പിന്നെ നമ്മൾ പാകത്തിനില്ല ചായപ്പൊടി ഇട്ടു. ഇനി ചായപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് തിളച്ച് കണ്ടും കേട്ടോ. കളറാണ് വരട്ടെ. അങ്ങനെ ചായൻ്റെ വെള്ളം തിളക്കുമ്പോഴത്തേന് നമുക്ക് നമ്മളെ ഇഡ്ഡലി ഒന്ന് നോക്കട്ടോ. നല്ല അടിപൊളി നല്ല സൂപ്പറായിട്ടില്ല മുല്ലപ്പൂ പോലത്തെ ഇഡ്ഡലിയായി വന്നിക്കണില്ലേ. നല്ല അടിപൊളിയായിക്കണ്, കാണാനുണ്ട്. അതേമാതിരി നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ആ വെള്ളം ഒന്ന് ചൂടാറാതെക്കാനും വേണ്ടി ഞാൻ മൂടി വെച്ചിക്കണം കേട്ടോ. ഇനിയും വെച്ച് കൊടുക്കാനല്ലേ അല്ലേ. പിന്നെ ഇഡ്ഡലിക്ക് ഇന്ന് ചാറ് ചട്ടിനിയാണ് കേട്ടോ. ചട്ടിനിയോ അല്ലെങ്കിൽ സാമ്പാറോ വേണം. അപ്പം ഇന്ന് ഞാൻ ചട്ടിനിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളെ തേങ്ങയും പച്ചമുളകും ഒക്കെ മിക്സിയിലിട്ട് കണ്ട് അരക്കണുണ്ട്. അപ്പോൾ തന്നെ ചട്ടി ഒന്ന് ചൂടാകാൻ വെച്ചിക്കണ്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് പൊട്ടി വരട്ടെ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണല്ലേ, പിന്നെ ഇപ്പം എന്താ ഇപ്പോൾ കാട്ടണത്, നമുക്കിപ്പോൾ ഒന്ന് ചായക്കടി ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ അത് എന്നും പറയണ നിങ്ങൾക്ക് പിന്നെ ഞാൻ ഇപ്പം എന്നും പറഞ്ഞു തരണ്ടേ കേട്ടോ. ഞാൻ പറഞ്ഞു തന്നെ. അങ്ങനെ നമ്മൾ കടുക് പൊട്ടി കരിയപ്പെട്ടു. നമ്മളെ തേങ്ങയും പച്ചമുളകൊക്കെ അരച്ചിട്ടുണ്ടല്ലോ അത് പാർന്ന് കൊടുത്തു. ഒന്ന് തിളച്ച് വരട്ടെ. പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ ചട്ടിനി റെഡി ആയിട്ടോ. നോക്കാം നിങ്ങൾ നമ്മളെ ഇഡ്ഡലി നല്ല അടിപൊളിയായിട്ട് കണ്ടോ. ആ പാത്രത്തിൽ നിന്നൊക്കെ നല്ല പറഞ്ഞിങ്ങോട്ട് പോയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടില്ലേ. അപ്പോൾ തണുത്തുകൊണ്ടതാണ് കേട്ടോ ഇതിങ്ങനെ വേഗം പോയിനത്. കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അങ്ങനെ ഞാൻ ഇഡ്ഡലിയൊക്കെ ചുട്ട് കഴിഞ്ഞ് മക്കളൊക്കെ ചായ അടിച്ച് ഓലൊക്കെ മദ്രസക്ക് പോയി. പിന്നെ ഞാൻ ചായ അടിച്ചാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണേ ഒരു 3-4 ഇഡ്ഡലി എടുത്തുക്കണം കേട്ടോ. കുറേ ചട്ടിനിയും പറഞ്ഞിക്കണേ. അപ്പോൾ കുഴച്ചാണ് തിന്ന. നമുക്കുണ്ടല്ലോ ഞാൻ എന്നും പറയണ മാതിരി ഇച്ച് കുറേ ചാറും വേണം, എന്നെങ്കിലേ തീർപ്പതി ആവുള്ളൂ. അങ്ങനെ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് അടുപ്പിലല്ല, ഇപ്പം ഇന്ന് ഗ്യാസുമേലല്ല ചുട്ടത്. അതുകൊണ്ട് രാവിലെ വെണ്ണൂറ് വാരിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചോറ്റിന് തണിയും തീമണ്ണല്ലോ. അപ്പം അതിന് വെണ്ണൂറൊക്കെ വാരി പിന്നെ ഞാൻ നമ്മളെ വിറകൊക്കെ ചുള്ളി വിറകൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കണുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിജ്ജ് പിടിപ്പിച്ച. അപ്പോൾ ആദ്യം ഞാൻ ഓലക്കൊടിയൊന്നും കൊണ്ടുവന്നിട്ടില്ലേനി. പിന്നെ ഒരു മടിയാണ്, ഇല്ലാത്ത സാധനം പിന്നെ പുറത്ത് പോയി എടുക്കാൻ എന്തോ ഒരു മടിയാണെന്നറിയാം. ചില നേരത്തും ചില ദിവസങ്ങളിലും ഉണ്ട് അങ്ങനെ ഒരു മടി. പിന്നെ അപ്പോൾ കത്താതെ കണ്ടപ്പോൾ പിന്നെ ഞാൻ പോയി കണ്ട് ഓലക്കൊടിയൊക്കെ കൊണ്ടുവന്നിക്കണം കേട്ടോ. ഞാൻ ഇമ്മ കളിച്ചിട്ട് കാര്യമല്ല എഴുതിയിട്ട് മടിയൊക്കെ മാറ്റിയിട്ട് വേഗം പോയി ഓലക്കൂടെയൊക്കെ കൊടുന്ന് തിജ്ജൊക്കെ കത്തിച്ചെടുത്തണം കേട്ടോ. അങ്ങനെ നമ്മളെ തിജ്ജൊക്കെ നല്ല ഉഷാറായിട്ട് കത്തണുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ കജ്ജൊന്ന് ആ കൊള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പോക അങ്ങനെ വന്ന് കണ്ടേ കജ്ജൊന്ന് പൊള്ളി ഒക്കെ ഉണ്ടാവും, ഒക്കെ ശരിയാവും.
പിന്നെ ഞാൻ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനും പിന്നെ അമ്മക്ക് ഉച്ചക്കും ഒക്കെ ആയിട്ട് പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകും ചേച്ചാ. അപ്പോൾ അത് എഴുതിയിട്ടാണ്. അപ്പോൾ മദ്രസക്ക് പോയപ്പോൾ ഞാൻ ചോദിച്ചു പപ്പടം മതിയോ സ്കൂൾക്ക് കൊണ്ടുപോകാൻ? അപ്പോൾ ഓല് പറഞ്ഞ് ആ മതി മെച്ചിയേ എന്ന്. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ പപ്പടം തന്നെ ആയിക്കോട്ടെ എഴുതി അങ്ങനെ ഞാൻ കുറച്ച് പപ്പടം പൊരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ച് ഓലെ രണ്ടാളെയും പാത്രം പുറത്തേക്ക് എടുത്തുക്കണേ. ഇനി നമുക്ക് 2 പപ്പടം ഒന്നും കൊള്ളൂ കേട്ടോ, ചെറിയ പാത്രമല്ലേ. അപ്പോൾ ഞാൻ ഒരു പപ്പടം പൊട്ടിച്ചിട്ട് പിന്നെ ഒരു പപ്പടത്തിൻ്റെ പൗതി ഇട്ടു കേട്ടോ. അങ്ങനെ 1.5 പപ്പടമാണ് കേട്ടോ ഞാൻ ഈ പാത്രത്തേക്ക് മുറിച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ കൂട്ടാനൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാൻ അവിടെ ഇല്ലാതെക്കില്ല. ഇന്നാലും ഒലിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം. പിന്നെ പറഞ്ഞിട്ടും കാര്യമല്ല, എല്ലാ കുട്ടികളും കൊണ്ട് ചെല്ലുമ്പോൾ നമ്മളെ മക്കളിങ്ങനെ നോക്കിക്കണ്ടേ. അപ്പോൾ അത് എഴുതിയിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തേക്കും. ഇനിയിപ്പോൾ ഒന്നുമില്ല വെച്ചെങ്കിൽ ഞാൻ ഉള്ളി കുറച്ച് ഒരു പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കണ്ട് ഉള്ളി സുർക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ് കൊടുത്തേക്കും കേട്ടോ. അതൊക്കെ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഓർക്ക് ഇന്നത് വേണമെന്നൊന്നും വാശിയൊന്നുമില്ല കേട്ടോ. ഓർക്ക് നമ്മൾ എന്ത് കൊടുത്താലും നമ്മളെ മക്കൾ തിന്നിട്ടോ. അത് പഞ്ചമാരിയ ഇങ്ങോട്ടടിച്ചാത്ത എന്ത് കിട്ടിയാലും മക്കൾ തിന്നും. ചില നേരത്ത് ഒരു കൊമ്മലെന്നുള്ളൂ കേട്ടോ. ചാറ് പിന്നെ അങ്ങനെയല്ല കേട്ടോ, ചാറ് ഓർക്ക് പറ്റിയെങ്കിൽ തന്നെ പാരുള്ളൂ, അല്ലെങ്കിൽ ഒരു പാരൂല. പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ പപ്പടമൊക്കെ ഇട്ട് പിന്നെ നമ്മളെന്താണെന്ന് പറയാം, നമ്മളെ മക്കൾക്ക് എല്ലാം കൊടുത്ത് കണ്ടാണ് ചേലാക്കണം. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു കണ്ടോ നമ്മൾ പഠിപ്പിക്കണം. പിന്നെ അല്ലെങ്കിൽ എന്താണെന്നറിയാം, നമ്മളാകെ കുടുങ്ങും. ചിലപ്പോൾ എന്നിപ്പോൾ ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ നമുക്ക്. അപ്പോൾ എല്ലാം കിട്ടാത്ത നേരം വരുമ്പോൾ മക്കൾക്ക് ഭയങ്കര ദേഷ്യവും കരച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിന് നമ്മൾ ഇടവരുത്തരുത്. അപ്പോൾ നമ്മൾ ഇല്ലത് നമ്മൾ കൊടുത്തുകാണ്ടൊക്കെ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇല്ല എന്നും പറഞ്ഞുകാണ്ട് ഉണ്ടാക്കണം. അങ്ങനെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കൽ. അങ്ങനെ മക്കൾക്കൊക്കെ ഞാൻ ബാഗിലാക്കി കൊടുത്തു. ഇനി അപ്പോത്തിന് നമ്മളെ തണീനൊക്കെ ഉണ്ടല്ലോ ഒന്ന് തിളച്ച് വന്നിക്കണ്. അപ്പോൾ നമ്മൾ അരിയിട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഒന്നായിട്ട് കൊട്ടല്ലേ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അതിക്കണം മുക്കി പറന്നുകാണ്ട് അതിക്കാണ് പറന്ന് കൊടുക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ അരിയിട്ട് കൊടുത്തുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇനി വെള്ളം ഒന്നും മുക്കാനൊന്നുമില്ല, ഇന്നിപ്പോൾ ആകാണ്. ഇനിയിപ്പോൾ ഇനി വെള്ളം അല്ലെങ്കിൽ നമ്മൾ അതിക്ക് പാരാനേക്കാരുണ്ടാകുക. അപ്പോൾ അങ്ങനെ എന്നുണ്ടല്ലോ ഇങ്ങോട്ട് മുക്കിപ്പാരനെ, ഇനി ഇന്ന് അങ്ങോട്ട് പാർന്ന് നോക്കുക. അങ്ങനെ ഏതായാലും നമ്മൾ തിരിച്ചൊക്കെ നല്ല ഉഷാറാക്കി ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എന്താട്ടി, നമ്മൾ ഇന്നലെ കുറച്ച് കോഴി എടുത്ത് വെച്ചിനിയല്ലോ, ആ കോഴി എടുത്തിട്ട് നമ്മൾ ഒരു തുള്ളി വെള്ളത്തിൽ വറ്റിച്ചെടുക്കാനായിട്ടൊക്കെ എഴുതിയിരിക്കണത്. അപ്പോൾ അതൊന്ന് വെള്ളം പാർന്നിട്ടിക്കണേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിനി കേട്ടോ, ഐസും കട്ടീനി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഇന്നത്തെ കണ്ടില്ലേ ചാറ്, കുമ്പളങ്ങ മൂരാച്ചിയത്, അത് ഇന്നലെ ആ സാമ്പാറുണ്ടായ കാരണം കൊണ്ട് ഒറ്റൊരു മക്കളും ഈ ചാറ് കൂട്ടിയില്ല. അപ്പം ഇന്ന് ഏതായാലും ഞാൻ ഇനിയിപ്പോൾ ഈ ചാറ് കജ്ജാതെ ഇനി ഞാനൊരു ചാറ് ഉണ്ടാക്കില്ല, ആ ചാറാണ് കജ്ജട്ടെ. ഇന്നെങ്കിലും ഇനി വേറൊരു ചാറ് ഞാൻ ഉണ്ടാക്കുള്ളൂ. അങ്ങനെ നമ്മൾ മക്കളെയൊക്കെ പറഞ്ഞയച്ചു കേട്ടോ, സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചു. പിന്നെ ചോറൊക്കെ വെന്തു, ചോറ് ഊറ്റിയിടാനുള്ള ചെമ്പട്ടിയൊക്കെ ഞാനൊന്ന് വെള്ളം വറ്റിച്ചെടുത്തു. പിന്നെ ചെമ്പട്ടിയൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പം പിന്നെ നമുക്ക് കോഴി ഒന്ന് വെക്കണമല്ലോ. അങ്ങനെ കോഴി വെക്കാനുള്ള ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ. അപ്പം വലിയ കഷ്ണങ്ങളൊക്കെ എല്ലാം ഒന്ന് ഞാൻ ചെറുതാക്കി ഒന്ന് മുറിച്ച് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ വലിയ കഷ്ണങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കി ഇനി നമുക്ക് എന്താട്ടണം, അതൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. വെള്ളമൊന്നും തീരെ ഞാൻ അതിൽ വെക്കണില്ല. കോഴിയിൽ വെള്ളം ഉണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം, ഇഞ്ച കുമ്പളങ്ങ ചാറ് ഇന്നും ബാക്കിയേക്കാരാം. അപ്പോൾ ഇന്ന് ഇനി ഞാൻ ആ ചാറ് ബാക്കിയാകാൻ അയക്കൂല മക്കളെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് കാട്ടുന്നത്, ഞാനിന്ന് ഈ കോഴി അങ്ങോട്ട് വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ചാറ് ബാക്കിയേക്കാരം. അപ്പം ഇന്ന് ഞാൻ എന്താട്ടി അതങ്ങനെ കാട്ടാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാനുണ്ടല്ലോ ഒരു 8-10 കഷ്ണങ്ങളുണ്ടാവും കേട്ടോ. അത് ഞാനൊന്ന് മാറ്റി വെച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ചായക്ക് കടി ഉണ്ടാക്കുമ്പോൾ അതിക്ക് ചാറുണ്ടാക്കാതിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ എന്തൊരു ഇസ്കത്തിയാണ് എന്നില്ലേ. അപ്പോൾ കുറച്ചൊക്കെ ഇസ്ക് കാണിച്ചാക്കാൻ പറ്റൂല തന്നെയാളെ. അപ്പം ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ വാർന്നു, പിന്നെ കുറച്ച് നല്ലീരൊക്കെ ഇട്ടെടുത്തു. പിന്നെ പിന്നെ ഒരു വല്ലുള്ളി ഇട്ടെടുത്തിക്കുന്നത്, പിന്നെ കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി നല്ലോണം അവിടെ കടന്ന് വാടട്ടെ. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ എഴുതുണ്ടാവും നമ്മൾ ഭയങ്കര അരക്കത്തിയാണ്, ആ ഒരു കോഴിയൊക്കെ വെച്ചൂടെ എന്നൊക്കെ അല്ലേ. അപ്പം ഇനിയിപ്പോൾ നാളെ രാവിലെ ഇളത്ത് മുഴുവനും വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ഞാൻ ചാറെന്താന്ന് കരുതി തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഈ രണ്ട് കണ്ടിട്ട് ചാറ് വെച്ചാൽ
എന്താ കടി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിക്കുള്ള ചാറുമായി ഉച്ചക്കില്ല ചാറില്ലേ അത് എഴുതി കണ്ടാണ് കേട്ടോ. പിന്നെ മറ്റേ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമ്മൾ ഒറ്റക്കല്ലേ ഉള്ളൂ. ഓലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുഴുവനും വെച്ചിട്ട് കാര്യമുള്ളൂ. പിന്നെ ഓൽക്ക് വൈകുന്നേരം മാത്രം മതിയല്ലോ, അത് എഴുതിയിട്ടാണ് കേട്ടോ ഞാൻ പകുതി അവിടെ കുറച്ചെടുത്ത്. അങ്ങനെ ഞാൻ കുറച്ചവിടെ എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. തക്കാളി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുത്തുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മുളകും പൊടിയും പാടെ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. ഇന്ന് ഞാൻ മല്ലി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് മല്ലിയില്ല, വെറും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കടന്ന് ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് തന്നിട്ട് നമ്മളെ കോഴി ഉണ്ടല്ലോ, ഞാൻ അരിഞ്ഞുകൊണ്ട് വെള്ളത്തിൽ തന്നെ ഇട്ടേക്കലാണ്. അതിൻ്റെ ചോരയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടെ എഴുതിയിട്ട് പിന്നെ ഞാനത് പിഴിഞ്ഞെടുത്ത് ചട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിക്കണം കേട്ടോ. പിന്നെ അത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് നമ്മളെ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. നമ്മളെ വീതനയും ഗ്യാസും ഒക്കെ തുടച്ചെടുക്കണം. അപ്പോൾ അത് നമ്മളെ കോഴിയൊക്കെ ഒന്ന് തിളച്ച് വന്നിക്കണം കേട്ടോ. അപ്പോൾ കണ്ടല്ലേ, കുറച്ചും കൂടി വെള്ളമുണ്ട്, അതൊക്കെ ഒന്ന് വറ്റി വരണം. വറ്റാതെ ഇപ്പം ഒന്ന് നമ്മൾ വെള്ളത്തോടെ കൂടി വെക്കൂല. കുമ്പളങ്ങാച്ചാറ് വെച്ച് കഴിഞ്ഞ് ഇന്ന് കുമ്പളങ്ങാച്ചാറ് ഇന്നും ബാക്കിയേക്കാരായി. ഞാൻ നാളെയും മണ്ടിരും ഞാൻ കൂട്ടുക. അപ്പോൾ ഇന്നിപ്പോൾ അതിനൊരിട വെക്കണില്ല. അപ്പോൾ ഒന്ന് അങ്ങനെ കട്ടെ. അപ്പോൾ ഏതായാലും നമ്മളെ കോഴി ഉണ്ടല്ലേ നല്ല വെള്ളമൊക്കെ വറ്റി വന്നിക്കണം കേട്ടോ. ഇനി ഒന്ന് തണുക്കുമ്പം പറ്റങ്ങോട്ട് കുറുന്നനെയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചൂട് കൊടുക്കായിട്ടാണ് അങ്ങനെ നമ്മൾ കോഴിയൊക്കെ വെച്ച് മാറ്റിക്കണ്. പിന്നെ അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിക്കണ്. അപ്പോൾ അങ്ങനെ ഇതാക്കണം. ചോറായി. നമ്മളെ കോഴി ഉണ്ടല്ലേ നല്ല വറ്റിക്കണം. ഇപ്പോൾ ചൂടാറിയപ്പം കണ്ടില്ലേ സൂപ്പറായില്ലേ. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുകണോ എന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയണ മാതിരി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാൻ ആരും നിർബന്ധിച്ചിട്ടില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നാളെ വരാം. അസ്സലാമു അലൈക്കും.